ഒഴിവാക്കലുകൾ. നമുക്ക് ആവശ്യമില്ലാത്തവരെ, ആവശ്യം കഴിഞ്ഞവരെ ഒഴിവാക്കാൻ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എല്ലാവർക്കും അറിയാം, അല്ലേ? അതിന് പ്രത്യേക പരിശീലനത്തിൻ്റെയോ പദ്ധതിയുടെയോ ആവശ്യമില്ല. ആവശ്യമുള്ളവരെ ചേർത്ത് പിടിക്കാൻ പക്ഷേ കുറച്ച് തന്ത്രങ്ങളും ആലോചനകളും ഒക്കെ വേണ്ടി വന്നേക്കാം. ഏതുതരം ബന്ധങ്ങളിലാണെങ്കിലും ഒഴിവാക്കൽ ഒരുപോലെയാണ്. അവഗണിക്കാൻ ഒരുപാട് മാർഗങ്ങളുമുണ്ട്. ചേർത്ത് പിടിക്കാൻ ഒരു വഴിയേ ഉള്ളൂ: സ്നേഹം. തേച്ചാലും മായ്ച്ചാലും പോകാത്ത സ്നേഹം മതി. സാഹചര്യങ്ങൾക്കും അവസരങ്ങൾക്കും അനുസരിച്ച് മനുഷ്യർ മനുഷ്യരെ ചേർത്തു നിർത്തുന്നു, അവഗണിക്കുന്നു, അകറ്റി നിർത്തുന്നു. മനസ്സുമായി ബന്ധമില്ലാത്തവരെ ഒഴിവാക്കാൻ എത്ര എളുപ്പമാണ്. മനസ്സ് മനസ്സിലാക്കാത്തവരെ ഒഴിവാക്കാൻ വളരെ ബുദ്ധിമുട്ടും. ചിലപ്പോൾ എന്നെങ്കിലും മനസ്സിലാക്കുമെന്ന പ്രതീക്ഷ ഉള്ളിലുണ്ടാകും. നിൽക്കണോ പോകണോ തുടരണോ എന്നുള്ള സംശയങ്ങളാൽ നമ്മെ തളച്ചിടുന്നവരുണ്ട്. അവർ സമയമാകുമ്പോൾ നമ്മെ തീർച്ചയായും ഒഴിവാക്കും. മൗനം കൊണ്ട്, വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ച്, കുറച്ചുനാൾ കൂടെ കൂട്ടിയിട്ട് പിന്നീട് ഇഷ്ടമില്ലെന്ന് തുറന്നു പറഞ്ഞ്, നമ്മളെക്കാൾ പ്രിയപ്പെട്ട ഒരാൾ ഉണ്ടെന്ന് തുറന്നു പറഞ്ഞ്, നമുക്ക് മടുത്തുവെന്ന് തോന്നുമ്പോൾ മിണ്ടാതെയും കാണാതെയും പഴയ അടുപ്പം കുറച്ചുമെല്ലാം നമുക്ക് ഒരാളെ ഒഴിവാക്കാം. നമുക്ക് വേദനിക്കുന്ന ഒഴിവാക്കലുകൾക്കേ കഷ്ടതയുള്ളൂ. ഒഴിവാക്കുന്നവർ ഒഴിവാക്കട്ടെ, മറക്കുന്നവർ മറക്കട്ടെ എന്നേ പറയാൻ പറ്റൂ. അതിന് ഇരയാകുന്നവർ വേദനിച്ച് മരിക്കട്ടെ, ഉരുകിത്തീരട്ടെ. നമ്മൾ മൂലം അവർ വേദനിക്കപ്പെടുമെന്ന് കരുതി സഹിച്ചു കൂടെ കൂട്ടുന്നതിലും നല്ലത് അവഗണിക്കുന്നതാണ്, തുറന്നു പറയുന്നതാണ്. നമ്മൾ ഒഴിവാക്കിയവർ വേദനിക്കാത്തിടത്തോളം അത് ഒരു കുറ്റമല്ലെന്ന് വിശ്വസിക്കാം.